മാന്യ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഏകദേശം എൻ്റെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അധികം ഞാൻ സമയമെടുക്കുന്നില്ല. ഉള്ള സമയത്ത് ശക്തമായ ദൈവം തന്ന ഈ ആലോചനകൾ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 39 വർഷക്കാലം ശുശ്രൂഷയുമായി സൗദി അറേബ്യയിലായിരുന്നു. ഞാനൊരു സിവിൽ എഞ്ചിനീയറായിട്ട് സൗദി അറേബ്യയിൽ ജോലി തുടങ്ങി. റിട്ടയർഡ് ആകുന്ന ആ സമയത്ത് ആക്ച്വലി അവരെനിക്ക് റിട്ടയർമെൻറ്റ് തന്നിട്ടില്ല. ഞാൻ അവരുടെ പ്രൊജക്റ്റ് മാനേജറായിട്ട് എയർഫോഴ്സിൻ്റെ എയറോ മെഡിക്കൽ സെൻറ്ററുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ പ്രൊജക്റ്റ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്ത് ഞങ്ങൾ ഭവനത്തിലേക്ക് നാട്ടിലേക്ക് കടന്നു വന്നിട്ട് 7 വർഷമാകുന്നു. എനിക്ക് 3 മക്കളുണ്ട്, 9 കൊച്ചുമക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്കും പ്രൈസ് ലോർഡ് പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഹല്ലേലൂയ. ദെർ ഈസ് എ പവർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മലയാളം അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഭാഷ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. മലയാളം അറിയാത്തവരാണ് കൂടുതൽ ആയിരുന്നെങ്കിൽ ഭാഷ മാറ്റാമായിരുന്നു, ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. അതുമാത്രമല്ല, ഞാൻ ശേഷം MTH അതിനോടുള്ള അനുബന്ധവും തീസിസും ഒക്കെ എഴുതി നല്ല നിലവാരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ 14 ഡിസ്ട്രിക്റ്റുകളിലും കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് ഫോട്ടോയും മറ്റു കാര്യങ്ങളൊന്നും ചിലപ്പോൾ പ്രിൻ്റിൽ കാണത്തില്ല, പക്ഷേ അവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണം. ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം. ഫ്രീഡം ഫ്രം സിൻ, ഫ്രീഡം ഫ്രം വാർത്ത്. ഈ പലപ്പോഴും ഫ്രീഡം ഫ്രം ഡെത്ത് നോക്കണം, 4 വിധത്തിൽ ഇതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, ഫ്രീഡം ഫ്രം വാർത്ത്, കോപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 2, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 3, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 4, ന്യായവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം. ഈ 4 സ്വാതന്ത്ര്യങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിൽ നിന്നുള്ള വിടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് there is a power in the word of God. ദൈവവചനത്തിന് ശക്തിയുണ്ട്. You are free from sin. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ? അതൊരു ചോദ്യമാണ്. ഈ മെസ്സേജ് ഇച്ചിരി സമയം എടുത്ത് സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങൾ അനുസരിക്കുമാറിനി വാഴരുത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ ആത്മാവ്, ആദമിൽ ഉണ്ടായിരുന്ന ആത്മാവ്, ആദ്യമേ അവന് നഷ്ടപ്പെട്ടത് ആത്മാവാണ്. Then soul control his body. അതിനുശേഷം അവനെ കൺട്രോൾ ചെയ്തത് സോളാണ്. ആ സോള് കൺട്രോൾ ചെയ്തപ്പോൾ ആത്മാവ് അകന്നു നിന്നു. ആദം മരിച്ചു എങ്കിലും 930 വർഷം ജീവിച്ചിരുന്ന് അവൻ്റെ സോളിനോടുകൂടി ഭൂമിയിൽ ഇഴുകിച്ചേരുവാനിടയായി തീർന്നു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരായി തീരരുത്. അങ്ങനെ തീരാതിരിക്കണമെങ്കിൽ
ന്യായപ്രമാണവും കൃപാപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൂടെ ഓർത്ത് അതനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ദ എവർലാസ്റ്റിംഗ് കവനന്റ് ഓഫ് ജീസസ് എന്ന് തന്നെ പറയാം. ജീസസ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ് എനിക്കും നിനക്കും സ്വാതന്ത്ര്യം തന്നത്, എനിക്കും നിനക്കും രക്ഷ തന്നത്. ബിക്കോസ് ഓഫ് ഹിസ് ബ്ലഡ് വി ആർ ഫ്രീ ഫ്രം ഡെത്ത്. നമ്മൾ അവൻ്റെ രക്തം മൂലമാണ് മരണത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിപ്പാനിടയായി തീർന്നത്. മരണമെന്ന് പറഞ്ഞാൽ 7 വിധ മരണങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മരണമെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡെത്ത്. ഈ മർത്യശരീരത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, നാം മണ്ണിലേക്ക് ഇഴുകിച്ചേരുമ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അമർത്യമായ ശരീരത്തിന് വേണ്ടി ഒരു വിത്ത് മണ്ണിലിട്ട് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ വരവിങ്കൽ ഈ മർത്യമായ ശരീരത്തെ അമർത്യ ശരീരമാക്കി മാറ്റുവാൻ ശക്തിയുള്ള അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നാം ഓരോരുത്തരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്തു കൊടുത്തു? അധികാരം കൊടുത്തു. അധികാരം എന്ന വാക്ക് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അധികാരം, അതോറിറ്റി. അപ്പോൾ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തിരിച്ചറിവുണ്ടാകുവാൻ. അധികാരമുള്ള വ്യക്തികളായ നാം ആ അധികാരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്നിലും നിന്നിലും ഉണ്ടാകണം. നമ്മുടെ ആത്മാവ് താനും ദൈവത്തിൻ്റെ ആത്മാവോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്ന ഒരാത്മാവ് നമ്മൾക്കുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ വിത്ത് ഗോഡ്, വി ക്യാൻ വാക്ക് വിത്ത് ഗോഡ്, വി ക്യാൻ ആസ്ക് ടു ഗോഡ്, വി ക്യാൻ പ്രേ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രേ അൺടു ഗോഡ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദെയർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് വേർഡ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദ പവറാണ്, ശക്തിയാണ്. പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ നടക്കുവാൻ കഴിയും, അതിശയങ്ങൾ നടക്കുവാൻ കഴിയും. നാം ഈ കാണിക്കുന്ന കോലാഹലങ്ങൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മളിപ്പം പുള്ളിയിലോട്ടൊക്കെ ചെന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചൊന്നും വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. നീ നിൻ്റെ പുരയ്ക്കകത്തിരുന്ന് മുട്ടിന്മേലിരുന്ന് കരയുമ്പോൾ ദേശത്തെ വിടിവിക്കുന്ന ഒരു ദൈവമിറങ്ങും. You can see the miracle. Hallelujah. You can see the miracle. Hallelujah. Hallelujah. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി. Hallelujah. പാപങ്ങളെ കഴുകിക്കളയുകയല്ല ചെയ്യുന്നത്, പാപങ്ങളെ എന്നേക്കും നീക്കിക്കളയുക. അപ്പോൾ there is 2 covenant which we can see in the Holy Bible. വേദപുസ്തകത്തിൽ 2 പ്രത്യേക കവനന്റുകളുണ്ട്. മരണത്തിൻ്റെ പ്രമാണമുണ്ട്, ജീവന്റെ പ്രമാണമുണ്ട്. മരണത്തിൻ്റെ പ്രമാണത്തെക്കാൾ അധികമായി ജീവന്റെ പ്രമാണം നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജീവന്റെ പ്രമാണം വായിച്ചേ, അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ഭാഗം അവിടെ ഉണ്ട്. There is therefore no condemnation. അതാ 1-ാമത്തെ വാക്യത്തിൽ പറയുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെയല്ല ആ വാക്യം. ഇങ്ങനെയാണ് ആ ഇംഗ്ലീഷിൽ എഴുതി, തർജ്ജിമ തെറ്റിപ്പോയതാ. There is therefore no condemnation to them which are in Christ Jesus, who walk not after the flesh but after the spirit. അതാണ് ആ വാക്യം. അതിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കൃപ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തോ നിന്റെ കൃപ? പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തൊട്ടുപോയാൽ സമയം പോകും, ഞാൻ പ്രസംഗിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഗ്രേസ് എന്ന് പറയുന്നത് നിന്റെ മരണത്തെ നീക്കി നിത്യതയെ തന്ന്
നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ആ കവനന്റാണ് ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറയുകയാ, ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാം ആത്മീയമാണെന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ ആത്മീയരായി ജീവിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരുടെ കണ്ണുനീരിന് മുൻപിൽ എന്നെയും നിന്നെയും ഈ ദേശത്ത് നിർത്തിയിരിക്കുകയാണ്. എന്നെയും നിന്നെയും ദേശത്ത് അയച്ചതിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് ദൈവത്തിൻ്റെ വകയാണെന്ന് നനച്ചുകൊണ്ട് നിങ്ങൾ ഈ ദേശത്ത് ഹല്ലേലൂയ പിടിച്ചടക്കുവാനുള്ള ആ ധൈര്യത്തോടു കൂടി ഇറങ്ങണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇംഗ്ലീഷിലും പ്രസംഗിക്കും, ഹിന്ദിയിലും പ്രസംഗിക്കും, മലയാളത്തിലും പ്രസംഗിക്കും, തമിഴിലും പ്രസംഗിക്കും, അറിയാവുന്ന പോലെ ഒക്കെ പ്രസംഗിക്കും. പക്ഷേ ഒരു കാര്യം പറയാം, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പ്രസംഗം കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കാനും പഠിക്കാനുമുള്ളൊരു മനസ്സുണ്ടാക്കണം. ഇഫ് യു ആർ ഹല്ലേലൂയ ലിസണിങ് ദ വേർഡ് ഓഫ് ഗോഡ്, എ ലോട്ട് ഓഫ് വേർഡ്സ് യു ആർ ലിസണിങ്, ബട്ട് ഇഫ് യു ആർ നോട്ട് ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? ആ കേട്ടതിൻ്റെ എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. നന്ദിയോടെ സ്തോത്രം. ഇവിടെ പറയട്ടെ, ഇവിടെ പറയുകയാ. ആ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് എന്തോ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഏതുകൊണ്ട്? അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. who walk after the അത് flesh but after the spirit. if you are live in spirit, walk in spirit. നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യണം. ഞാൻ ആത്മീയനാണ്, വിശ്വാസിയാണ്, ഞാൻ ഭക്തനാണ്, പുറമേ ഉള്ളതൊന്നും ഭക്തിയല്ല. എനിക്ക് എൻ്റെ വിശ്വാസികളായിട്ടുള്ളവരിൻ്റെ അകത്തുണ്ട്, എൻ്റെ അയലത്തുകാരിവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഈ പാസ്റ്ററുടെ ബഹുമാന്യനായ പിതാവല്ലയോ അത്, അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അതെല്ലാം ഇന്നലെ രാത്രിയിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്തോർത്ത് വന്നപ്പോൾ അപ്പോൾ ഒരു കാര്യം പറയാം. എന്നെ അറിയാവുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. സൗദി അറേബ്യയിൽ ഏതാണ്ട് 39 വർഷക്കാലം ശുശ്രൂഷിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുക, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എൻ്റെ മേലൊരു പ്രമാണം കിടപ്പുണ്ട്. മരണത്തിൻ്റെ പ്രമാണമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അത് മാറ്റിയിട്ട് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം തന്നവൻ ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ല നമുക്ക് ആവശ്യം. ഭൗതിക നന്മകൾ കൊണ്ട് ഒന്നും തീരുന്നില്ല. ഇതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. നിന്റെ വണ്ടിയും എൻ്റെ വണ്ടിയും, എൻ്റെ വീടും നിൻ്റെ വീടും, സകലതും, എൻ്റെ ഈ ശരീരവും നിൻ്റെ ആ ശരീരവും ഇവിടം കൊണ്ട് തീരും. എന്നാൽ തീരാത്ത ഒന്ന് നമുക്ക് നിത്യതയിലുണ്ട്. തേജസ്സേറിയ കർത്താവിനെ ഒന്ന് കണ്ടുകൊണ്ട്, അവൻ്റെ മുഖമൊന്ന് കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, അവനെ ഒന്ന് ആരാധിക്കുമ്പോൾ നാം മറക്കും സകലതും. ഹല്ലേലൂയ. ആ മുഖമൊന്ന് കാണണം. ഹല്ലേലൂയ. അവൻ്റെ സ്വരമൊന്ന് കേൾക്കണം. ഹല്ലേലൂയ. അവൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാണ്. ആ കാൽവരിയിൽ കൂടെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന അവസാനത്തെ തുള്ളി രക്തം. ഹല്ലേലൂയ. ക്രൂസിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് ശരിയായിട്ട് സംസാരിക്കാൻ ഹല്ലേലൂയ സമയം വേണം. ആ ക്രൂസിഫിക്കേഷൻ മാത്രം പറഞ്ഞാൽ മതി. ഇവിടുന്ന് കരയാത്തവരാരും ഇതിൻ്റെ അകത്തൊന്നും വെളിപ്പോത്തില്ല. 40 വിധമായ ക്രോസുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ലാറ്റിൻ ക്രോസിലാണ് കർത്താവായ യേശുവിനെ ക്രൂശിക്കുന്നത്. ലാറ്റിൻ ക്രോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വേദനകൾ സഹിക്കുവാൻ. അതായത് ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രസവ വേദനയെക്കാട്ടിൽ വലിയ വേദനയില്ല. നന്ദിയോടെ സ്തോത്രം. അതിനെക്കാട്ടിൽ വേദനയാണ് ഈ ക്രൂസിഫിക്കേഷനിൽ നടക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് നടക്കുന്നത്. അതിൽ ഹല്ലേലൂയ സമയമുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അവസാന ഭാഗത്ത് പറയുമ്പോൾ അതൊന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഇവിടെ എബ്രായ ലേഖനം 13:20 വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചേ. എബ്രായർ ചാപ്റ്റർ 3 വേഴ്സ് 20. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൽ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എനിക്ക് അതല്ല, ആ വാക്യമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വായിച്ച വാക്യത്തെ കുറിച്ചാണ്. നിത്യനിയമത്തിന്റെ രക്തത്താൽ
വാക്യം തെറ്റിച്ചായിട്ടിരിക്കുന്നത്. നന്ദിയുടെ സ്വത്ത്. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. നോക്കണമേ, സമാധാനത്തിന്റെ ദൈവം. നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. നീയും ഞാനും സമാധാനത്തോട് ഇവിടെ വസിക്കുന്നുവെങ്കിൽ ദാറ്റ് പീസ്, ആ സമാധാനം എന്നിലേക്കും നിന്നിലേക്കും പകർന്നു തന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതൊരു വലിയ സമാധാനമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൂടെ കൂടാതെ ഇതിൻ്റെ അകത്ത് റിജോയ്സ് ഇൻ ഹെവിനെസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ എനിക്കൊന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അതിനെ സംബന്ധിച്ച് അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ. ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. There is not your heart in to be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തിന് കലങ്ങിപ്പോകരുത്? എന്താ? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ. മതി, അതെല്ലാം ഇവിടെ തെറ്റിച്ചാ ഓരോരുത്തർ പഠിപ്പിക്കുന്നത്. അതൊന്നും ഇന്ന് സമയമില്ലാത്തവർ തൊടുന്നില്ല. അപ്പോ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്താ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ചിലപ്പോൾ വിസ കിട്ടിയെന്നില്ല, ചിലപ്പോൾ ജോലി ഇവിടെ കൊണ്ട് തീർന്നെന്നിരിക്കും, ചിലപ്പോൾ പിന്നെ നിങ്ങളെ നാട്ടിലോട്ട് പോയെന്നിരിക്കും. പക്ഷേ ഈസ് യുവർ ഗോഡ്. ഹി ക്യാൻ ഡു ദ മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഹി ക്യാൻ ഡു ദ മിറക്കിൾസ് ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ. അവൻ നമ്മളോട് പറയുക, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഡോണ്ട് ബി അഫ്രൈഡ്. പ്രശ്നങ്ങളെ കണ്ട് ഭയക്കുന്നവനാകരുത് ക്രിസ്ത്യാനി. പ്രശ്നങ്ങളുടെ മുഖത്തിൽ അഭിമുഖീകരിക്കുന്നവനാണ്. കാരണം കടലിൽ കൂടെ സഞ്ചരിച്ചു പോകുന്ന ശിഷ്യന്മാർ ഓളങ്ങൾ അടിച്ച് ആകപ്പാടെ ഭയപ്പെട്ടപ്പോൾ ഓളത്തിനു മീതെ, തിരമാലയുടെ മീതെ കൂടെ നടന്നു വരുന്ന ഒരുത്തനെ കണ്ടു. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടന്നു വരുന്ന ഒരുത്തവൻ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ വിടിവിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. അവൻ സകലത്തിലും മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ഓളങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നീ വിചാരിക്കും നീ മുങ്ങിപ്പോകുമെന്ന്, തീർന്നിനി ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന്. നോ, അങ്ങനെയല്ല. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിനക്ക്. ഹല്ലേലൂയ. അടുത്ത കാര്യങ്ങളിൽ നിന്നെ നയിക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം. ഹല്ലേലൂയ. നമ്മളെ തകർക്കുവാൻ അതിനൊന്നും കഴിയുകയില്ല. ഇവിടെ പാടിയ പാട്ടുകളൊക്കെ കേട്ടില്ലേ? ഹല്ലേലൂയ. നമ്മളെ തകർക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. പക്ഷേ നിന്റെ വിശ്വാസം ശക്തമായിരിക്കണം. വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസം ഉണ്ടായിരിക്കണം. നാം ദൈവത്തോട് സംസാരിക്കുകയാണ്. നോക്കണമേ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് നടന്നാൽ കാണാതായി. ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുമോ? ദൈവം സ്പിരിറ്റാണ്, ആത്മാവാണ്. ഈ ആത്മാവിനോട് കൂടെയാണോ ഒരു ജഡീകനായ മനുഷ്യൻ നടക്കുന്നത്? ഒരു കാർണൽ മാൻ, ഒരു ജഡീക മനുഷ്യന് ക്യാൻ വാക്ക് വിത്ത് ഗോഡ്? ജഡശരീരത്തോടു കൂടി ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയുമോ? എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ മർമ്മപ്രധാനമായ 3 അധ്യായമാണ് നമ്മുടെ റോമാലേഖനം 6 തൊട്ട് 9 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ശാസ്ത്രീയമായി പ്രസംഗിക്കാം. എനിക്കതിന് സമയമില്ല. ഒരു 3-4 ദിവസം ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അത് പറയാം എന്താണ് റോമാലേഖനമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ഒരാത്മാവിൻ്റെ പകർച്ചയുണ്ടാകണം. ഹല്ലേലൂയ. ആ ആത്മാവിൻ്റെ പകർച്ചയുള്ളപ്പോൾ ആത്മാവിലാണ് നമ്മൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ കരത്തെ നീയല്ല പിടിക്കുന്നത്, നിൻ്റെ കരത്തെ ദൈവമാണ് പിടിക്കുന്നത്. ദൈവം പുറകാട്ട് വിടുന്ന ദൈവമല്ല, കൈ പിടിച്ചാൽ വിടുന്ന ദൈവമല്ല. അവൻ നിന്നെ നടത്തിയ വിധങ്ങൾ ഇന്ന് വരെ കൊണ്ടെത്തിച്ചതൊന്ന് ഓർച്ചു നോക്കിയാട്ടെ. ഹല്ലേലൂയ. നല്ല പാനും ഷർട്ടും ഒക്കെ ഇട്ട് ഇപ്പോൾ നല്ല സുഖിമ്യാന്മാരായിട്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അന്നത്തെ കാലത്ത് നിൻ്റെ അപ്പനും വല്യപ്പനുമൊക്കെ അനുഭവിച്ച നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ ദൈവത്തിൽ നിന്നായിരുന്നു.
ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ 2 കാക്കി നിൽക്കരുത് ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാക്കി നിൽക്കറെന്ന് പറഞ്ഞാൽ ഇന്നും ഇവർക്കാർക്കും മനസ്സിലാവാത്ത ഇന്നത്തെ പിള്ളേർക്ക് കാര്യം അതെന്തുവാണെന്ന് പോലും അറിയത്തില്ലല്ലോ. പക്ഷേ അവർ പറയും അത് നിങ്ങൾ അന്ന് കണ്ടതാ, ഇന്ന് ഇങ്ങനൊന്നും അല്ലായിരുന്നെന്ന്. നന്ദിയോടെ സ്വത്രം ഇന്നത്തെ പിള്ളേർ പറയുന്ന ഇന്ന് ഞങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്, അന്ന് ഞങ്ങൾക്ക് ഇതൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നുണ്ടായിരുന്നു, അപ്പനും അമ്മയും പറഞ്ഞു തരുന്ന ദൈവവാക്യം, വേദവാക്യം. അതിൻ്റെ മറുപടിയാണ് നീയൊക്കെ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ. മറന്നു പോകരുത്, വന്ന വഴികൾ മറന്നു പോകരുത്. Obey the God and follow him. അനുസരിച്ച് അവൻ്റെ പിന്നെ ഓടിക്കോ. നിന്റെയും നിന്റെ തലമുറയും എന്ന് മാത്രമല്ല, വരും തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. 9:12 ഒന്ന് വായിച്ചേ. 9:12 എബ്രായർ. ഇപ്പോൾ വായിച്ചതിൻ്റെ താഴത്തെ വാക്യം 9:12. ആ പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ കാലത്തെ രക്തത്താൽ അല്ല. മനസ്സിലായോ? അയ്യോ, നിങ്ങളെല്ലാം വിട്ടുകളഞ്ഞു. എനിക്ക് നിങ്ങളാരും മിണ്ടിയില്ലേലും ഞാൻ കൺവെൻഷനിൽ നിന്ന് പുറമെ മനുഷ്യനെ നോക്കാതെ 1.5 മണിക്കൂർ സംസാരിക്കുന്നത്. എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് സഭാകം പോവില്ല, വചനം കാണാപ്പാടം പറഞ്ഞു പോകാം. പക്ഷേ അതല്ല എനിക്കിവിടെ ആവശ്യം. നിങ്ങളൂടെ എൻ്റെ കൂടെ സഹകരിക്കണം. ആ വാക്യം എന്താണ്ട് എത്ര എന്ന് ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. അത് മാത്രമല്ല, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നോക്കണമേ, ബിഹേവിയർ ഇൻ ദ ചർച്ച്. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ പ്രസംഗമാണ്. ബിഹേവിയർ ഇൻ ദ ചർച്ച്. ചർച്ചിൻ്റെ അകത്ത് നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ വയ്യാതെ പലരും നടക്കുന്നുണ്ട്. എന്താണ് ചർച്ചെന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റമാറ്റിക് തിയോളജി പഠിക്കുമ്പോൾ 12 സബ്ജക്റ്റ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ സബ്ജക്റ്റ് ഗ്രന്ഥത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവസാനത്തെ സബ്ജക്റ്റ് എക്സറ്റോളജിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എക്ലേഷ്യാസോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട് ചർച്ചിനെ കുറിച്ച്, സഭാശാസ്ത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ തിമോത്തിയോസിനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. തിമോത്തിയോസേ, എൻ്റെ പ്രിയ മകനെ, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാമാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്ത 16-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അത് വായിക്കണമെന്നുണ്ടെങ്കിൽ വായിച്ചോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാക്യം ഇല്ലെന്ന് വിചാരിച്ചോ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. സഭയാകുന്ന ദൈവം ജഡത്തിൽ വെളിപ്പെടുകയാ. സഭയാകുന്ന ദൈവം ആത്മാവിൽ നീതീകരിക്കപ്പെടുകയാ. അടുത്തത് ദൂതന്മാർക്ക് പ്രത്യക്ഷനാകുകയാ. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു, വിലയേറിയതാകുന്നു. ഈ മർമ്മമാണ് വെളിപ്പെട്ട് കിട്ടേണ്ടത്. ക്രിസ്തു സഭയുടെ ശരീരം മാത്രമല്ല, ക്രിസ്തു സഭയുടെ തല മാത്രമല്ല, ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവിക്കുന്ന മന്ദിരമായി നമ്മളിലുണ്ട്. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകളായി തീർന്നിട്ട് ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. അപ്പൊ സഭ ആത്മീയ ഗ്രഹമാണ്. ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അതിന്മേൽ ഓരോ കല്ലുകളും ചേർത്ത് പണിയപ്പെടുകയാണ്. ഓരോ കല്ലും ജീവനുള്ള കല്ലുകളായി മാറുകയാണ്. അപ്പം സഭയ്ക്കകത്ത് എന്തുണ്ടാകണം? ജീവനുണ്ടാകണം. ആരാ പറഞ്ഞെന്ന് വെച്ചാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ജീവനുണ്ടാകണം. ജീവനുണ്ടാകേണ്ടതിന് പാട്ട് പാടുമ്പോൾ ഇതെല്ലാം 10,000 വാട്ട്സിൻ്റെ സിസ്റ്റവും ഈ സെമിനാരി ഈ പരിപാടികളെല്ലാം എൻ്റെ കയ്യിലുണ്ട് പാടുന്നത്. ഹല്ലേലൂയ. ഇതിനെക്കാട്ടി ചൂട് വലിയ സാധനങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം.
ഞാനിതിൻ്റെ ഇടയ്ക്ക് പറയും, ഇങ്ങനെ കാണിക്കും. ഇങ്ങനൊന്ന് കാണിക്കുമ്പോൾ സകലതും സ്റ്റോപ്പാവും. പാട്ട് എത്രമാത്രം വെളി വരുന്നുണ്ടെന്ന് ഞാൻ നോക്കും. ശരിയായില്ലെങ്കിൽ ആ പാട്ട്, അന്നത്തെ ആരാധന മുഴുവനും ആ പാട്ട് കൊണ്ട് പാടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ അവിടെ കൺവെൻഷന് നിൽക്കുന്നവരോട് അവരോട് പറയും, ഈ പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി പാടിയാൽ മതി, ഈ പാട്ടൊന്ന് പാടട്ടെ. പറയട്ടെ, പാട്ട് വരേണ്ടത് ഇതിൻ്റെ അകത്ത് നിന്ന് വരണം. പുറമെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതല്ല ആത്മാവിൻ്റെ ആരാധന. ആത്മാവിൻ്റെ ആരാധന അകത്തളത്ത് തീ കത്തുമ്പോൾ പുറത്തു വരുന്ന ശക്തിയാണ്. അത് രോഗിയെ സൗഖ്യമാക്കുന്നതാണ്, അത് പാപത്തെ പോക്കുന്നതാണ്, അത് അന്ധകാരത്തെ തകർക്കുന്നതാണ്. നീ പാടുമ്പോൾ ചില പൈശാചിക ശക്തികൾ വിട്ടുപോകും. നീ ആരാധിക്കുമ്പോൾ ചില അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. അതാ പാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഹല്ലേലൂയ. ചുമ്മാ പാട്ട് പാടാനാണെങ്കിൽ നന്നായി പാടുന്ന കിളിമൊഴിമാരെ വിളിച്ച് നമുക്ക് പാടിപ്പിച്ചാൽ പോരായോ? ഇത് കിളിമൊഴിമാരല്ല പാടുന്നത്. ഹല്ലേലൂയ. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണ് പാടുന്നത്. ദൈവമക്കൾ പാടുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? രോഗികൾ സൗഖ്യമാകുകയാ, പാപികൾ മാനസാന്തരപ്പെടുകയാ, അന്ധകാര ശക്തികൾ വിറയ്ക്കുകയാ. നിങ്ങൾ അവനെ കൈകൊട്ടി അവൻ്റെ സ്ഥാനത്ത് നിന്ന് വിരട്ടി ഓടിക്കും. ദൈവമക്കൾ കൈകൊട്ടുമ്പോൾ വിരട്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ ഓടിപ്പോകുന്നത് പിശാചാണ്. അതിനാ കൈയടിച്ച പാട്ട് പാടുന്നത്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. റോമാലേഖനം 6:23 നമുക്കറിയാം. മരണത്തിൻ്റെ പ്രമാണം 6:23 നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. പാപ സ്തോത്രം. പാപത്തിൻ്റെ മരണവും അല്ലെങ്കിൽ ശമ്പളവും തീർന്നിട്ട് നമുക്ക് വേറൊരു കാര്യം തന്നു. എന്തോ തന്നത്? കൃപാവരം തന്നു. അതെന്തായിരുന്നു? നിത്യജീവൻ. പറയത്തില്ല, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വാസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങ് പോയി വാസിക്കും, നീയല്ലോ. ഇത് പാട്ട് പാടിച്ചോണ്ട് നമ്മൾ വൈദ്യന്മാർ ഇരിക്കരുത്, ഒച്ചത്തിലൊന്ന് പാടിക്കേ. നീയല്ലോ ഞങ്ങൾക്കുള്ള പൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ല പൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഹല്ലേലൂയ. ഇവിടെ 1-2 വാക്യങ്ങൾ വായിക്കണം. പെട്ടെന്ന് വായിക്കാമെങ്കിൽ അത് പറയാം, അതോടുകൂടി നിർത്തുകയും ചെയ്യാം. 1 ജോൺ 3:1 ഒരാളെടുത്താട്ടെ, കൊലോസ്യർ 1:20 ഒരാളെടുത്താട്ടെ. പെട്ടെന്നൊന്നും എടുത്തേ. അപ്പോൾ നമ്മളിപ്പോൾ ആരാ? നമ്മൾ ദൈവമക്കൾ. നമുക്ക് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ്. ഹല്ലേലൂയ. അടുത്തത് വായിച്ചേ. അവനിൽ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും. അപ്പൊ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അവനിൽ സകല സമ്പൂർണ്ണതയും വസിക്കുവാൻ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. സ്തോത്രം. നമുക്ക് എന്ത് കിട്ടി? സമാധാനമില്ലാത്തവർക്ക് സമാധാനം വേണമെങ്കിൽ ആ ചൊരിഞ്ഞ രക്തത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ആ കൈയിലേക്കൊന്ന് നോക്കിയാൽ മതി. ആണിപ്പഴുതുള്ള കരങ്ങളിലേക്കൊന്ന് നോക്കിയാൽ, കാലുകളിലേക്കൊന്ന് നോക്കിയാൽ മതി. ആണിപ്പഴുതുകൾ മടക്കി വെച്ച് അടിച്ചിരിക്കുന്ന ആ ക്രോസിലേക്കൊന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിർത്തുകയാ. ഹല്ലേലൂയ. ഈ കർത്താവായ യേശുവിനെ ക്രൂശീകരിക്കുമ്പോൾ 2 കള്ളന്മാരെ ക്രൂശിച്ചു. ക്രൂശീകരണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലെല്ലാം ഞാൻ വിട്ടുകളഞ്ഞിട്ട് ആ ക്രൂശിൻ്റെ ഭാഗം മാത്രം വിചരിക്കുക. ഗബദ എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന്, പെട്ടെന്ന് ഞാൻ പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നിർത്തും. ഹല്ലേലൂയ. ഗബദ എന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ക്രൂശീകരിക്കുകയാണ്. ഈ കള്ളന്മാരുടെ ഡെഡ് ബോഡി എവിടെ എറിഞ്ഞു കളയുന്നത്? പ്രൈസ് ദി ലോർഡ്. ക്രൂശീകരിക്കപ്പെടുന്നവൻ്റെ ശവശരീരം എറിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ് ബെൻഹിനോം താഴ്വര. അല്ലെങ്കിൽ ഈ ആൾക്കാർ യെരൂശലേമിന് വെളിയിൽ കച്ചടകളിട്ട്, അല്ലെങ്കിൽ യെരൂശലേമിനകത്തെ എല്ലാ വേസ്റ്റുകളും ഇടുന്ന ഒരു സ്ഥലമാണ് ആ ബെൻഹിനോം തര. ഗഹന എന്ന പേര് കൂടി അതിനുണ്ട്. അല്ലെങ്കിൽ ക്രൂശീകരണത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയല്ല, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്താണ് ക്രൂശീകരണം എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത് ഞാൻ നിർത്തുകയാണ്. അത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോ ക്രിസ്ത്യാനിയും. അതെ. ഹല്ലേലൂയ. ഈ ഗഹനയിലേക്ക്
അല്ലെങ്കിൽ ഈ ബെനീനോൻ താഴ്വരയിലേക്ക് കള്ളന്മാരുടെ ശവശരീരം എറിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ വൈൽഡ് ഡോഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ റാഞ്ചൻ പക്ഷികളുണ്ട്. ഇതൊക്കെ വന്ന് കൊത്തിപ്പറിച്ച് ആ ശവം അവിടെ ഇങ്ങനെ കിടക്കും, ആരും അടക്കുകയില്ല. എന്നാൽ ഒരു കാര്യം അറിയണോ, ഹല്ലേലൂയ, സന്നദ്ധി സംഘത്തിലെ 2 പേര് എൻ്റെ യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങാൻ ചെന്നു. ഏറ്റുവാങ്ങിയിട്ട് ആ ശരീരം, ഹല്ലേലൂയ, അരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കുകയാണ്. 100 റാത്തൽ സുഗന്ധവർഗ്യം കൊണ്ട് പൊതിഞ്ഞ് അടക്കി വെച്ച് കഴിയുമ്പോൾ അവൻ പുറത്തു വരരുതെന്ന് റോമാ സാമ്രാജ്യം പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ വിശ്വാസി പുറത്തു വരരുത്, അവനെ അകത്തിട്ടടയ്ക്കണമെന്ന് നാട്ടുകാർ പറയുമ്പോൾ പുറത്ത് കൊണ്ടുവരുവാൻ ശക്തിയുള്ള ഒരുവൻ വെളിയിൽ വന്ന് നിന്ന് പേർ വിളിക്കും. ആ പേർ വിളിക്കുന്ന നേരം ഞാനും കാണും, നീയും കാണും. ഹല്ലേലൂയ. ഈ അതിൻ്റെ അകത്ത് വെച്ച് അടച്ച് കല്ല് വെച്ച് പൂട്ടി റോമാ സാമ്രാജ്യത്തിൻ്റെ സീല് വെച്ചു. പക്ഷേ ഒരു കാര്യം, യേശുവിൻ്റെ ശരീരം ദ്രവത്വം കാണുവാൻ ഇടയായില്ല. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ശരീരം ദ്രവിച്ചെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ കാര്യം, ഹല്ലേലൂയ, ശരീരം ദ്രവത്വം കാണാൻ അനുവദിക്കാതെ, ഹല്ലേലൂയ, അത് ഇന്നും ജീവനോടെ ശേഷിക്കുകയാ ചെയ്യുന്നത്. അവൻ്റെ രക്തം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതിനൊക്കെ തെളിവുകളുണ്ട്. നന്ദിയോടെ സ്തോത്രം. തെളിവുകൾ സഹിതം അത് പ്രസംഗിക്കണം. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കുക മാത്രമല്ല, യേശുവിൻ്റെ ശരീരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ നടക്കുന്നവരാണ് സഭ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണത്. യേശുവിൻ്റെ ശരീരത്തോടു കൂടെ നടക്കുന്നു. യേശു എവിടെയാണ് ജീവിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ യേശു ഇന്നും ജീവിക്കുന്നു. അത് വിശ്വാസത്താൽ, ആ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ ജീവിക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം പറയുക, യേശു എന്നിലും നിന്നിലും ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പാടുവാൻ കഴിയണം, കർത്തൃകാഹളം യുഗാന്ത്യ നിൽക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ.